തംസപ്പ് തംസപ്പ് ഗൈസ്. അപ്പം ഗൈസ് ഇപ്പോൾ സമയം ഇപ്പം 5:20 രാവിലെ കാപ്പി കുടിക്കാൻ പോവുകയാണ്. കാപ്പി എന്ന് പറയണത് പുട്ടുണ്ട്, പയറുണ്ട്. പുട്ട്, പയർ, ചായ കേട്ടോ. നേരെ കഴിക്കാം. കഴിക്കാൻ പോവുകയാണ്. അപ്പം മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ട കൂടെ കിട്ടി. മുട്ട ഇങ്ങനെ എടുക്കണം. ഞാൻ എടുത്ത് വയ്ക്കണം കേട്ടോ. ചിറ്റ് സൂപ്പർ. ഗൈസ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് രാവിലെ 7 to 3 മണി വരെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഷാഡോ ഫിക്സിലാണ്, ഇൻസ്റ്റാമാർട്ടിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് സൊമാറ്റോ അല്ല, ഇൻസ്റ്റാമാർട്ടാണ്. ഗൈസ് അപ്പോൾ നമ്മളെ ഷാഡോ ഫിക്സിലെ ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ടിന് ഓവറാണ് കേട്ടോ. കബഡിയാറാണ്. നേരെ വെച്ച് പിടിക്കുകയാണ്. ഒരു മഴ കേട്ടോ രാവിലെ. അപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ കബഡിയാറുള്ള ഇൻസ്റ്റാമാർട്ടാണ്. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മഴ തന്നെ. റൈസ് ഇറച്ചി ഓണായിട്ടില്ല. ഷാഡോ ഫെക്സിൽ പെട്ടെന്ന് ഓണാവൂല. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് അയച്ചാൽ മാത്രമേ ഓണാവുള്ളൂ. ചില സമയത്ത് മാത്രം ഡിഫോൾട്ടായിട്ട് ഓണാവും. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാമാർട്ട്. അകത്ത് ക്യാമറ കയറ്റാൻ പറ്റൂല കേട്ടോ. ഒരിക്കൽ ചെറിയ വിഷയം ഉണ്ടായി. ഇവിടെ അല്ല, അകത്ത് ക്യാമറ കയറ്റാൻ പറ്റൂല. ഗൈസ് അപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുട്ട കൊണ്ടുപോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഒട്ടും എനിക്കാന്ന് കുറച്ച് മുട്ട കൊണ്ട് പോയുള്ളൂ. ഗൈസ് അപ്പോൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ലോഡുണ്ട് കേട്ടോ. നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ NCS നാറിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ. നേരെ ഒറ്റ പിടക്കം. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 1.8 കിലോമീറ്റർ ഉണ്ട്. ഗൈസ് ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. പിന്നെ 800 മീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിലെ ഫസ്റ്റ് ഓവറാണ്. ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയുന്നത് 7:38 കേട്ടോ. ഓർഡർ അടിച്ചത് 7:15 7:40 നമ്മൾ ഡെലിവറി ചെയ്യാൻ പോണത്. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊടുക്കാനുള്ള. അപ്പോൾ 216 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു. 31 രൂപ സംതിങ് പൈസയാണ് കിട്ടിയത്. ഓടാ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡറും അവിടെ തന്നെ കേട്ടോ. കബഡിയാർ തന്നെ, നമ്മളെ ഇൻസ്റ്റാമാർട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു കിലോമീറ്റർ ഉള്ളൂ.
രാവിലെ മഴ പെയ്തുകൊണ്ട് ക്യാമറ എടുത്ത് വെച്ച് കേട്ടോ, അപ്പോഴത്തേക്ക് മഴയില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. പക്ഷെ പിന്നെ താഴോട്ട് ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ മഴയില്ല ഒന്നും. കഴിച്ചപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്, കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരു 10-20 ഐറ്റം ഉണ്ട്. ബ്രിഞ്ചാള്, ബ്രൊക്കോളി, പിന്നെ സോപ്പ് 78-79. ഗൈസ്, കൊടപ്പനകുന്നാണ് കൊടുക്കാനുള്ളത്. നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 3.3 കിലോമീറ്റർ ഉണ്ട്. നമുക്കൊന്ന് റൈറ്റാണ് പോകാനുള്ളത്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ ഇവിടെ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. ഓക്കെ, കയറി അങ്ങ് പോയി. അയ്യോ, ഇനി 3.4 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. കമോൺ. സൊമാറ്റോ പോലെ അല്ല കേട്ടോ, ഷാഡോയിൽ ഇപ്പോൾ ഓർഡർ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ കിട്ടുന്നുണ്ട്. സൊമാറ്റോയിൽ മാത്രമേ ഇപ്പോൾ കിട്ടാവുള്ളൂ. മെനിക്കാണ് ഞാൻ ഓടി കേട്ടോ, വൻ നഷ്ടമായി പോയി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. വൻ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു 303 രൂപ കിട്ടിയുള്ളൂ ടോട്ടൽ. 11 to 4 വരെ ഓടിയപ്പോൾ 303 രൂപ കിട്ടി. അതുകൊണ്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇനി കുറച്ച് ദിവസം ഈ സൊമാറ്റോ ഒന്ന് ഓടി നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മുതലാവണമല്ലോ, മുതലായാലേ നമുക്ക് പറ്റും. 216 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ. 11 to 4 പിന്നെ 7 ഓർഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ 214 രൂപ ഉണ്ടായിരുന്നു. ഞാൻ 7 ഓർഡർ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് 214 രൂപ കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം അവന്മാർ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ 214 ഏറ്റവും കുറച്ച് 49 രൂപയായി. 5 ഓവറിന് 49 രൂപ. അത് നഷ്ടവും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഫുൾ ടൈം ഓക്കെയാണ് കേട്ടോ. ഫുൾ ടൈം ഇൻസെൻറ്റീവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് 26 ഓർഡറിന് 519 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. 519 രൂപ ഇൻസെൻറ്റീവ് കുഴപ്പമില്ല. ചില ദിവസം 719 ആയിരിക്കും. പക്ഷെ ഫുൾ ടൈം ഓടാൻ ഇപ്പോൾ പറ്റൂല, പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഫുൾ ടൈം ഓടൂല. പാർട്ട് ടൈം ഓടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഓടും. അത് നേരെ സൊമാറ്റോയ്ക്ക് വിടാം. സൊമാറ്റോയിലെ ടീം ലീഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കിന് ഇറങ്ങാത്ത കാര്യമൊക്കെ ചോദിച്ചേക്കാം. പറഞ്ഞ് വേറെ പണിയായിട്ട് നിൽക്കുന്നു, അതുകൊണ്ടാണ് ഇറങ്ങാത്തതെന്ന്. ഇനി നമുക്ക് 2.5 കിലോമീറ്റർ ഉണ്ട്. വെള്ളമാണ് കേട്ടോ റോട്ടിൽ കിടക്കണം. വീട്ടിൽ ചെന്നിട്ട് ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഏകദേശം ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നത് ഇതിലാണ് കേട്ടോ, അതിലേ കൂടെ കറങ്ങി പോവാം. ഇതിലാണ് വന്നത്, ഇതിലേ തന്നെ പോവാം. ഓർഡർ കൊടുത്ത് കഴിഞ്ഞു, പക്ഷേ എമൗണ്ട് ഇതുവരെ കാണിക്കില്ല. എമൗണ്ട് കാണണേ. ഷാഡോ ഫിക്സിൽ ചെറിയ ഒരു ഇതുണ്ട്, ഒരു ചെറിയ ആപ്പിന് ചെറിയ ഫെയിലിയർ ഉണ്ട് കേട്ടോ. ചില നേരത്തെ ഉള്ളൂ ഗൈസ്. അപ്പം എമൗണ്ട് 41 രൂപ സംതിങ് പൈസ തന്നെ കേട്ടോ. പെട്ടെന്ന് മാഞ്ഞു, ഇത് എടുക്കാൻ പറ്റൂല, അതാണ് കുഴപ്പം. അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല, നേരെ പോവാം കേട്ടോ. അടുത്ത ഓർഡർ ഉടനെ അടിക്കും, അവിടെ തന്നെ അടിക്കും കേട്ടോ. ഇതിലാണ് ഞാൻ വന്നത്. ഉടപ്പനക്കുന്ന് ദേവക്ഷേത്രമാണ്. ഉടപ്പനക്കുന്ന് ദേവക്ഷേത്രം കേട്ടോ. ആടിച്ചോറിയൊക്കെ ഉണ്ട്, ചെറിയ ആടിച്ചോറിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ ഇൻസ്റ്റാമാർട്ടാണ്, നേരെ വെച്ച് പിടിക്കാം. നമുക്ക് ഇതിലേക്ക് കൂടെയാണ് പോകാനുള്ളത് കേട്ടോ. അതാണ് കുറച്ചുകൂടി എളുപ്പം.
ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. തോന്നുന്നുണ്ട് കേട്ടോ. ഇത് പീനട്ട് ബട്ടറുണ്ട്, പിന്നെ നെയ്യുണ്ട്. ഗൈസ് അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ചിരവയ തേങ്ങ, പിന്നെ നെയ്യ്, ഗൈസ് അപ്പോൾ കൊടുക്കാനുള്ള മുക്കോലക്കലാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നേരെ വെച്ച് പിടിച്ചാൽ മതി. ഒറ്റ വിടക്കം കേട്ടോ. മുക്കോലക്കലാണ് കൊടുക്കാനുള്ളത്. കുറേ ഐറ്റംസ് ഉണ്ട്. മുട്ടയാണ് എനിക്ക് പേടി കേട്ടോ. വേറെ എല്ലാം കൊണ്ടുപോകാം, മുട്ടയാണ് പേടി. പോയാൽ പോയി, പൊട്ടിയാൽ പൊട്ടി. നമ്മളെ മൂന്നാമത്തെ ഓർഡറാണിത്. 2 എണ്ണം കൊടുത്ത് ഇത് മൂന്നാമത്തേന്. എമൗണ്ട് കുഴപ്പമില്ല കേട്ടോ. സാധാരണ 25 രൂപയിലാണ് കിട്ടണത്. ഇപ്പം 41 നേരത്തെ കൊണ്ടുപോയത്. ഇപ്പം ഇത് 49 എൻ്റെ കേട്ടോ. കുഴപ്പമില്ല. പക്ഷേ സൊമാറ്റോക്കാളും കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത്. ടോട്ടൽ നോക്കുമ്പോഴേ റിട്ടേൺ പേയും ബാക്കിയെല്ലാം കൂടെ നോക്കുമ്പോൾ കുറച്ച് കുറവെന്നാണ് തോന്നുന്നത്. ഗൈസ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുക്കളയിൽ, എൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഇടാൻ കണക്കിന് ഒരു മേശ റെഡിയാക്കണമെന്നുണ്ട്, വെൽഡ് ചെയ്തേ. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. AP ആന്ധ്രാപ്രദേശിലൊരു വണ്ടി കേട്ടോ. പണിക്കങ്ങനെ വന്നേരിക്കും, അത് കൊണ്ടുവന്നേ. അപ്പം നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകാനുള്ളത്. പക്ഷേ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ജുവൽ ഗാർഡൻ. ഒരു കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, ടർഫ്. ഇവിടെയാണ് കാണിക്കണത്. ഓക്കെ, ഇപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് 62 രൂപ സംതിങ് പൈസയാണ് കിട്ടിയത്. അപ്പോൾ കഴിക്കാൻ എന്ത് വാങ്ങിക്കുമെന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും വാങ്ങിച്ചേ പറ്റൂ. വിശന്നിട്ട് ഊപ്പാടും പതപ്പാടും പറഞ്ഞു കേട്ടോ. സമയമായി, മണി 1:50. ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഇത് 2 എണ്ണം പോയി. പൈസ വന്നില്ലേ അവള് കുത്തി പിടിച്ചു വാങ്ങി. അങ്ങനെ ആരും ചെയ്യില്ല. പോട്ടെ ഗൈസ്. അപ്പം 2 നെയ്യപ്പം വാങ്ങിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം. ഗൈസ് നമ്മൾ ലാസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഓവർ എന്ന് പറയുന്നത് ഇൻസ്റ്റമാർട്ട് തന്നെ കേട്ടോ, കവടിയാറ്. നേരെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഓവറാണ്. അപ്പോൾ കറക്റ്റ് 3 മണിക്ക് ഓഫ് ലൈനിൽ പോകണമെന്ന് വിചാരിച്ചു കേട്ടോ. 3:32. അപ്പോൾ ലാസ്റ്റ് ഓവറാണ്. ഇതും കൂടെ കൊടുത്തിട്ട് നേരെ വച്ച് പിടിക്കുക കേട്ടോ. അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് 7 ആണ് കേട്ടോ. സോറി, തംസപ്പും പിന്നെ കോക്കനട്ട് വാട്ടറുമാണ്.
ഗൈസ് ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 350 മീറ്റർ കൂടെ ഉള്ളു കേട്ടോ. നമ്മൾ നേരത്തെ കൊടുത്ത ഓർഡറാണെന്നൊരു സംശയമുണ്ട്. നേരത്തെ കൊടുത്ത ഓർഡറാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നേരത്തെ ഇങ്ങോട്ടാണ് വന്നത്. നേരത്തെ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. സെയിം ലൊക്കേഷൻ തന്നെ. ആ പയ്യന്മാരെന്ന് കുളിക്കണേ. പയ്യന്മാരെന്ന് നീന്തണേ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പഠിപ്പിച്ചെന്നാ നീന്തും, അത്രേ ഉള്ളൂ. ഇതുവരെ പഠിച്ചിട്ടില്ല. കേസോ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ 64 രൂപ 86 പൈസയാണ് കിട്ടിയത്. ഇനി ഒറ്റ വിടക്കം കേട്ടോ വീട്ടിലോട്ട്. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ നമുക്ക് നീന്തായിരുന്നു കേട്ടോ. പയ്യന്മാർ വെള്ളത്തിൽ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നു. ഫുട്ബോളല്ല, സോറി പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയി, വോളിബോൾ. നമുക്ക് ഇന്നലെ ടോട്ടൽ കിട്ടിയെന്ന് പറയുന്നത് 799 രൂപയാണ് ടോട്ടൽ. 16 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓവറാണ് കേട്ടോ. ഒരു 2 ഓവറും കൂടെ കിട്ടിയേനെ, സമയം താമസിച്ചു. പിന്നെ എല്ലാം അടുത്തടുത്ത ഓവറാണ്. മാക്സിമം ഒരു 5 കിലോമീറ്ററൊക്കെ ദൂരമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടുത്തടുത്ത ഓവറായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ സൈഡിൽ കൊടുത്തേക്കും. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.